അപ്പോൾ എൻ്റെ സ്വന്തം കുടുംബാംഗങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഓരോ ദിവസം കൂടുന്തോറും നമ്മുടെ അംഗങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒത്തിരി നന്ദി എനിക്കുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ദിവസവും ഇവിടെ വ്യത്യാസമാണ്. ഇന്ന് ഇവിടുത്തെ ഒരു വിശേഷം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ GM നമ്മുടെ കടയിൽ വന്നപ്പോൾ നമ്മളോട് പറയണ്ടായി, അതായത് ഇപ്പോൾ ഇവിടെ നിയമം മാറാൻ പോവുകയാണ് വീണ്ടും. അതായത് നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് വിസയിൽ കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ വിസ വഴിയാണ് വരുന്നത്, അങ്ങനെ അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസയിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് വിസ അടിക്കുന്ന കമ്പനി, അത് ഏതുമായിക്കോട്ടെ എങ്ങനെയും ആയിക്കോട്ടെ നിങ്ങൾ വരുന്നത്, അപ്പോൾ ആ കമ്പനിയിൽ തന്നെ അതേ സ്ഥാപനത്തിൽ മാത്രമേ നമുക്ക് ഇനി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ ഓരോ ദിവസവും നിയമം സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും സുഖമാണ് ജീവിക്കാൻ, പക്ഷേ അതേപോലെ തന്നെ ഇവിടെ നിയമങ്ങൾക്ക് സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് അത് ഒരുപാട് ഗുണം ചെയ്യുന്ന ലേബേഴ്സിനും കൂടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രത്തോളം ഈ രാജ്യത്ത് നിൽക്കാൻ നമുക്ക് സുഖമായിരിക്കും. കാരണം ഒരു കമ്പനിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ഉണ്ടാകണം. അതായത് നമുക്ക് ഒരു വിധത്തിലുള്ളൊരു മറ്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ട്രാൻസ്ഫറോ കാര്യങ്ങളോ ഒന്നും കമ്പനിക്ക് തരാൻ പറ്റുകയില്ല. പറ്റും, പക്ഷേ അതിന് 400-500 ദിർഹംസ് മുടക്കണം. ഇപ്പം നമ്മളെ കുറച്ച് വലിയ കമ്പനികളൊക്കെ ആണെങ്കിൽ, കുറേ ബ്രാഞ്ചുകളൊക്കെ ഉള്ള സ്ഥാപനമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത്രയും ബൾക്കായിട്ടെന്നുള്ളൊരു എമൗണ്ട് മുടക്കിയിട്ടൊന്നും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറലൊന്നും നടക്കില്ല. ഇപ്പോൾ അതുകൊണ്ട് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ നിയമങ്ങൾ മാറി തുടങ്ങുന്നുണ്ട്. ഇതെല്ലാം നമ്മളെ ഓരോരുത്തരെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് അപ്പോൾ തന്നെ അറിയിക്കുന്നത്. ഇത് അധികം വൈകാണ്ട് തന്നെ ഇവിടെ പ്രാബല്യത്തിൽ വരും. അപ്പോൾ ഇനി നമുക്ക് മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ കാലാവസ്ഥ ഞാൻ പറഞ്ഞില്ലേ, കാലാവസ്ഥ ഇന്നലെ മഴയുണ്ടായിരുന്നു, ഇന്ന് മഴയൊക്കെ പോയി. ഇന്ന് ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു നോർമൽ ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. വലിയ ചൂടില്ല, തണുപ്പില്ല, ഏകദേശം കാറ്റുമില്ല എന്ന് വേണം പറയാൻ. കാറ്റ് പോലും ഇല്ലാത്തൊരവസ്ഥ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ അടുത്ത മാസം റമദാൻ മാസമാണ്, ഇവിടെ നോമ്പ് തുടങ്ങാൻ പോവാണ്. അടുത്ത മാസം എന്ന് പറയാനൊന്നുമില്ല, ഒരു 10 ദിവസം കഴിഞ്ഞാൽ റമദാൻ മാസമായി. അപ്പോൾ അത് ആ സമയത്തോടനുബന്ധിച്ച് വീണ്ടും ചൂട് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇനി റമദാൻ മാസത്തിലെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ പതിവ് പോലെ തന്നെ ഇവിടെ അന്തറിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോർമലി നമ്മുടെ സ്ഥാപനം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ബ്രാഞ്ച് നോർമലി വർക്കിംഗ് ആണ്. പ്രത്യേകിച്ച് ഇത് പ്രോപ്പർ ദുബായ് ആയതുകൊണ്ട് കൂടുതൽ വിദേശികൾ വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഷോപ്പ് അടച്ചിടുകയോ അല്ലെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സ്റ്റാഫുകളൊക്കെ എല്ലാവരും തന്നെ നോർമൽ ഡ്യൂട്ടിയാണ്. 1 മണിക്കൂർ മുന്നേ വരും, ഷോപ്പ് 1 മണിക്കൂർ മുന്നേ ക്ലോസ് ചെയ്യും, അത്രേ ഉള്ളൂ. അതായത് വെളുപ്പിനെ 5 മണിയാകുമ്പോൾ രാവിലെ ഷോപ്പ് ക്ലോസ് ചെയ്യും. ചില സ്റ്റാഫുകൾക്കൊക്കെ ഒരു 6 മണിക്ക് വന്നു കൊടുക്കുന്ന സ്റ്റാഫുകളൊക്കെ ഒരു 5 മണിക്ക് വരണമെന്നുള്ളൂ. എൻ്റെയൊക്കെ ഡ്യൂട്ടി പഴയ പോലെ തന്നെയാണ്, 3 to 3 തന്നെ ആയിരിക്കും വരിക. പിന്നെ പ്രത്യേകിച്ച് ഈ നോമ്പൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോസ്റ്റ് ഒന്നും അങ്ങനെ അധികം പോകില്ല. കാരണം ഈ കുറച്ച് ഓയിലി ഫുഡുകളൊക്കെ എല്ലാവരും ഒന്ന് അവോയ്ഡ് ചെയ്യുന്ന സമയമാണല്ലോ. പിന്നെ നമുക്കിനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ഓപ്പൺ ആക്കണം. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്യാണ്. കാരണം അവിടെയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കഴിവ് എന്താണെന്നും നമ്മുടെ ഡിഷിൻ്റെ ഒരു മേന്മ എന്താണെന്നും കാണിച്ചു കൊടുക്കേണ്ടത് എനിക്ക് വർക്കേലാണ്. 1 വർഷവും 9 മാസവും കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ റെസിപ്പി അതെന്തായാലും ഇവിടെ ഇഷ്ടപ്പെട്ട് ഇവർ കഴിച്ചു നോക്കി. ഇനി അത് അവിടെ ചെന്ന് അവിടുത്തെ അറബികൾ, അവിടെ കൂടുതൽ അറബികൾ താമസിക്കുന്ന ഏരിയയാണ് വർക്ക, അവിടെ ഉള്ളവർ കഴിച്ച് അതിന് പോസിറ്റീവ് റിസൾട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊരു വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, നമുക്കൊരു വാല്യൂ കിട്ടണമെങ്കിൽ, നമ്മുടെ ജോലിക്ക് ഒരു വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോഴേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അതിന് പ്രത്യേകമായിട്ടുണ്ടാകണം. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഓർക്കണം. ഞാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ നമ്മളോട് അറിയിക്കണം. അതേപോലെ തന്നെ ഞാനും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരവും മറുപടിയും കാര്യങ്ങളൊക്കെ ഞാനും തരുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ, അതായത് ജോലിക്ക് ചിലരൊക്കെ പറയാറുണ്ട് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തരുന്നില്ല എന്ന്. അതിനുള്ള കാരണം ചിലപ്പോൾ അവിടെ ആപ്ലിക്കേഷൻ ആരെങ്കിലുമൊക്കെ അത് ഫില്ലായിട്ടുണ്ടാവും, ആ വേക്കൻസി ഫില്ലായതുകൊണ്ടായിരിക്കും. ആരും ടെൻഷൻ അടിക്കേണ്ട, നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ജോലി കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്ത് നമുക്ക് ഇന്ന് കിട്ടത്തില്ല. ഇവിടെ ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊന്ന് ജോലി മാറാൻ വേണ്ടിയിട്ട്, കൽബയിൽ നിന്ന് ഒന്ന് മാറാൻ വേണ്ടിയിട്ട്, ഞാൻ ഒന്ന് ദുബായിലേക്ക് മാറാൻ വേണ്ടി ഞാൻ നോക്കിയിട്ട്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഒരു ഏജൻറ്റ് മുഖാന്തരമാണ് ഞാൻ വന്നത്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള
എനിക്ക് പോലും പൈസ ആണ് പൈസ കൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥകളാണ് ഇതൊക്കെ. അപ്പം ഇവിടെ നിന്നിട്ട് ഇൻ കൺട്രി ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത്രത്തോളം ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചൂഷണങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഒരാൾ, പക്ഷെ അതൊരു ഹെൽപ്പും കൂടിയാണ്, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. പക്ഷെ നമ്മളിത് കൊടുക്കുന്നതെല്ലാം ജെനുവിനാണ്. അപ്പോൾ അങ്ങനെ നിന്ന സമയത്ത് ഞാൻ പോലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, പക്ഷേ എനിക്ക് വലിയൊരു സ്ഥാപനത്തിലാണ് ജോലി കിട്ടിയത്. നമുക്ക് കിട്ടും. ഈ സ്ഥാപനത്തിൽ കയറാൻ റെഡി ആയപ്പോഴത്തേക്ക് എനിക്ക് പുറമെ ഒരു 4 സ്ഥാപനത്തിൽ നിന്ന് എനിക്ക്, അതും വേറെ രാജ്യങ്ങളിലേക്കുള്ള, ഒമാനിലേക്ക് വരെയുള്ള വേക്കൻസീസ് എനിക്ക് വരികയും ചെയ്തു. അങ്ങനെ ഇതടക്കം 5 ജോലിയാണ് ഒറ്റയടിക്ക് എനിക്ക് റെഡിയായത്. അപ്പോൾ നമ്മളാകെ കൺഫ്യൂസ്ഡ് ആവും അല്ലേ. കാരണം നമ്മൾ അന്വേഷിച്ച് എനിക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടി എങ്ങനെ പോയാലും 1 മാസത്തിൽ കൂടുതലൊക്കെ ടൈം എടുക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റാത്തത്, പെട്ടെന്നൊരു റിപ്ലൈ ചിലപ്പോൾ എവിടെ നിന്നും കിട്ടാത്തത്. 1 മാസമൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് ജാതി, ഏത് മതം, ഏത് ദൈവം, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. നമ്മൾ മനസ്സ് നന്നാക്കി വെച്ചിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, അതിനുള്ള ബലം കിട്ടിയിരിക്കും. അത് എത്ര ദുഷ്ടനാണെങ്കിൽ പോലും കിട്ടുന്നതാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും അതേപോലെ തന്നെ കാത്തിരുന്ന് നമുക്ക് ഒരു ജോലി മേടിച്ചെടുക്കാം. അതിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊക്കെ ശുഭാപ്തി വിശ്വാസം കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടം വരെ എത്തിയത്. അതേപോലെ നമ്മുടെ നല്ലവരായ കുറേ സുഹൃത്തുക്കളുടെ സപ്പോർട്ട് കൊണ്ടും. അപ്പോൾ നമുക്ക് വീണ്ടും ജോലി വേക്കൻസികളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും മോശം വരാൻ വേണ്ടി ആരും ആഗ്രഹിക്കാണ്ടിരിക്കുക. മോശം വരാൻ വേണ്ടി ആഗ്രഹിച്ച് അബദ്ധത്തിലെങ്ങാനും മോശമായി പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ കണ്ണീരും കൈ നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആർക്കും മോശം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക, മോശം വരുത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ മോശം വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക, നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.